ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ കുടുംബശ്രീയുടെ വാർഷിക ആഘോഷമാണ്. നമ്മളെങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചിരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാധിക ചേച്ചി ഇങ്ങനെ ബലൂൺ ഊതി വീർപ്പിക്കുകയാണ് കേട്ടോ. ചേച്ചി ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ ബലൂൺ ഊതി വീർപ്പിക്കാനായിട്ട്. ഞാനൊക്കെ ഒരെണ്ണം ഊതി വീർപ്പിക്കുമ്പോൾ ചേച്ചി ഒരു 5 എണ്ണമെങ്കിലും കഴിഞ്ഞിരിക്കും. അപ്പോൾ ചേച്ചിയുടെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ചേച്ചി ബലൂൺ ഊതി വീർപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കുമെന്ന്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് ചിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. വേറെ കുഴപ്പമൊന്നുമില്ല, ചേച്ചി ഭയങ്കര ഹാപ്പിയായിരുന്നു എടുത്തെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചി മാത്രമല്ല കേട്ടോ, ഓരോ ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എക്സ്പേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ഫംഗ്ഷൻ 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും 10 മണിയായപ്പോൾ തന്നെ എത്തി. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ആരും ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ വിശിഷ്ടാതിഥികളൊക്കെ വന്നു. അവരെയൊക്കെ നമ്മൾ അതായത് സ്ഥാനത്ത് ഇരുത്തി അതിനുശേഷം നമ്മൾ അവർക്ക് സ്വാഗതം പറഞ്ഞു. സ്വാഗതം പറയുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഓരോ സമ്മാനം കൊടുക്കും കേട്ടോ. അപ്പം പൊന്നുവിനെ വിളിച്ചപ്പോഴത്തേക്കും പൊന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി കേട്ടോ കൊടുക്കാനൊക്കെ. ഞാൻ വിചാരിച്ചു പൊന്നു ഭയങ്കര നാണിച്ച് മാറി നിൽക്കുമെന്നൊക്കെ, പക്ഷേ ഇല്ല കേട്ടോ, അവൾ പോയായിരുന്നു. പിന്നെ ഈ ഒരു പുറത്ത് നിങ്ങൾ 1-2 സാരിയെ കണ്ടല്ലോ. ഇപ്പം അതാണ് നമ്മുടെ കുടുംബശ്രീയുടെ യൂണിഫോം കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബശ്രീയിലെ എന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മൾ എല്ലാവരും ഇത് ഒരുപോലത്തെ സാരി ഉടുക്കണം. അപ്പം നമുക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ കുടുംബശ്രീക്കാർക്കും ഓരോരോ ഡ്രസ് കോഡുണ്ട്. അപ്പം ചിലയിടത്ത് സെറ്റ് മുണ്ടും സെറ്റ് സാരി അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ പിന്നെ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു സാരി അങ്ങ് സെലക്ട് ചെയ്തു. ഇതാണ് കേട്ടോ നമ്മൾ അവർക്ക് കൊടുത്ത ഗിഫ്റ്റ്. അതിനുശേഷം നമ്മുടെ സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു കേട്ടോ. റിപ്പോർട്ട് സൂപ്പറായിരുന്നു. അത് ഈ റിപ്പോർട്ടിൽ നമ്മൾ ഒരു വർഷം നമ്മുടെ കുടുംബശ്രീയിൽ എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തെല്ലാം പരിപാടികളൊക്കെ പങ്കെടുത്തു, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 7-8 പേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആൻറ്റി കുത്തിയിരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻറ്റി വായിച്ച സമയത്താണോ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നമുക്കും തോന്നിയത്. അതിനുശേഷം നമ്മളെ അവരൊക്കെ ദീപം കൊളുത്തി നമ്മുടെ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് വലിയ കാറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ നേരം നമ്മളെ ദീപം തെളിഞ്ഞ് നിന്ന് കേട്ടോ. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. അതിനുശേഷം എല്ലാവരും സ്വാഗത പ്രസംഗം പറഞ്ഞു കേട്ടോ. തിരിച്ച് നമുക്ക് ആ സമയത്ത് ഒരു കാര്യം അവർ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ വഴി ഇഗ്നോയിൽ ഡിഗ്രി ചെയ്യാൻ ഫ്രീ ആയിട്ട് അത് കുടുംബശ്രീ വഴി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിവില്ല എങ്കിൽ നിങ്ങൾ കുടുംബശ്രീയുടെ ആൾക്കാരുടെ ചോദിക്കും കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇഗ്നോ വഴി കുടുംബശ്രീ വഴി ഇഗ്നോയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡിഗ്രി ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ, പറഞ്ഞ കൂട്ടത്തിൽ. അതിനുശേഷം നമ്മുടെ മെമ്പർക്ക് നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ മെമ്പറാണ് കേട്ടോ നമ്മുടെ കുടുംബശ്രീ ആൻറ്റി പൊന്നാട അണിയിച്ചു. ഈ 2 മെമ്പറാണ്, 2 മെമ്പർക്കും പൊന്നാട അണിയിച്ചു. അതിനുശേഷം പൊന്നുവിൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നുവിൻ്റെയും മിടിയുടെയും പാട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മിടിയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി മിടി വന്നിട്ട് ഖത്തറിലാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതാണ്. മിടിയെ വിളിച്ചപ്പോഴത്തേക്കും മിടിക്ക് ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട്. അവൾ നന്നായിട്ട് കളിച്ചായിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് എല്ലാവർക്കും നമ്മൾ അവരെ കൊണ്ടുതന്നെ ഓരോ സമ്മാനമൊക്കെ കൊടുപ്പിച്ചു. അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും സദ്യയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചു. കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങളും പിരിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും, അത് സ്ത്രീകളെല്ലാവരും കുടുംബശ്രീയിലുള്ളവരായിരിക്കുമല്ലേ എല്ലാ സ്ത്രീകളും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ കുടുംബശ്രീയിൽ ഇങ്ങനെ ആഘോഷിക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.